ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ചിക്കനാണ്. വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും നമുക്ക് എങ്ങനെ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഈ സ്ട്രിപ്സ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇതേ ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കി കട്ട് ചെയ്തിട്ടിട്ട് അത് പോപ്കോൺ സ്റ്റൈലിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോൺസൊക്കെ ഉള്ള, നമ്മുടെ എല്ലൊക്കെ ഉള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ നീളത്തിനുള്ളൊരു പീസാക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് വേണ്ടത്, ഇതൊന്ന് കുറച്ച് സമയത്ത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു 400 ml പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പാൽ എടുത്തത് എന്തിനെന്ന് വെച്ചാൽ, ഈ ചിക്കനെല്ലാം നമ്മൾ ഈ പാലിനുള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോഴത്തേക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ സാധാരണ പശുവിൻ പാലാണ്. ഇനി നമുക്കിതൊന്ന് ബട്ടർ മിൽക്കാക്കി മാറ്റണം. വളരെ സിമ്പിളാണ് ബട്ടർ മിൽക്കാക്കി മാറ്റാനായിട്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നാരങ്ങ നീരിന് പകരം നമുക്ക് വിനിഗർ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. അപ്പോൾ ഈ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ലതുപോലെ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചിക്കൻ പീസ് എല്ലാം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഒരു 1/2 മണിക്കൂർ നമ്മളിതിങ്ങനെ വെച്ചിരിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ പാലൊക്കെ ഈ നമ്മുടെ ചിക്കനിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മളിത് പാലിൽ മുക്കി വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പാലിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും അല്ല നമുക്കിത് കിട്ടുന്നത്. ഒരു 1/2 മണിക്കൂർ, കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കണം. എന്നാൽ ശരി, ഞാനിപ്പോൾ ഒരു 1/2 മണിക്കൂർ ഇതിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചിക്കനെല്ലാം ബട്ടർ മിൽക്കിൽ വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനെല്ലാം നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി വേണ്ടത് ഇതിൽ നിന്ന് എല്ലാ പീസും നമുക്ക് മാറ്റി മറ്റൊരു ബൗളിലേക്ക് മാറ്റണം. നമ്മുടെ ചിക്കനെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 മുട്ടയാണ്. അപ്പോൾ ആ 2 മുട്ട നമുക്കിതിലേക്ക് ചേർക്കാം. 2 മുട്ടയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ഒരു 7-8 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇതിലേക്ക് ചേർക്കുന്നത് ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി. വെളുത്തുള്ളി അല്ലിയേക്കാളും കുറച്ച് കുറവായിട്ട് വേണം ഇഞ്ചി എടുക്കാനായിട്ട്. ഇഞ്ചി പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 3/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ സവാളയും കൂടിയാണ്. അപ്പോൾ ഓണിയൻ പൗഡർ ചേർക്കുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ഓണിയൻ പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒരല്പം മാത്രം ഒരു 2 ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ ഗാർലിക് പൗഡറും ഇഞ്ചി പൗഡറൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വലിയ ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരു 2 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. സാധാരണ നമുക്കൊരല്പം എരിവ് കൂടുതലായിട്ട് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. ചെറിയ ടീസ്പൂൺ ആയതിൻ്റെ പേരിലാണ് 2.5 ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ വലിയ ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി.
പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമുക്കിതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. നമ്മൾ നേരത്തെ ബട്ടർ മിൽക്കിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ് തികയില്ല. നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്തേക്കണം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദാമാവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ മൈദാമാവ് ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എല്ലാം കൂടി കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കണം. അങ്ങനെ ഒരു 30 മിനിറ്റ് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മസാല എല്ലാം ഈ ചിക്കനിൽ പിടിച്ചിട്ട് നല്ലതുപോലെ കിട്ടും. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 30 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഈ 30 മിനിറ്റും ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ ശരി, നമുക്കിത് 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. കംപ്ലീറ്റ് മസാലയും ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് മൈദാമാവാണ്. ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം അളവിലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നത്. മൈദാമാവിൻ്റെ കൂടെ പിന്നെ നമുക്ക് വേണ്ടതാണ് അതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഒരു 3 കപ്പ് അളവിൽ മൈദാമാവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ മാവിൻ്റെ കൂടെ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവെല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരല്പം വെള്ളം കൂടി, സാധാരണ പച്ചവെള്ളം കൂടി ഒരു ബൗളിലാക്കി സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഓരോ ചിക്കൻ പീസായിട്ട് എടുത്ത് നമ്മുടെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പമായിട്ട് മാവെടുത്ത് ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഏകദേശം ഇതുപോലെ നമ്മുടെ മാവെല്ലാം കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇത് പതുക്കെ ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 സെക്കൻഡ്, 1 2 3 എന്ന് പറയുന്ന 3 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് അതെടുക്കാം. ഇതുപോലെ എടുത്ത ചിക്കനെ വീണ്ടും നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ പതുക്കെ ചെറുതായിട്ടൊന്ന് ഇത് കോട്ട് ചെയ്ത് എടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതുപോലെ മാവ് വെച്ചിട്ട് ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഈ ക്രിസ്പി ആയിട്ടുള്ള ലെയർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം. ഇതിനുള്ളിലിരിക്കുന്ന മാവെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത് പോലെ ചെറിയ രീതിയിൽ മാവൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളിത് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലേക്ക് എല്ലാ ലെയറും ഇങ്ങനെ വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരുപാട് ലെയർ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു കോട്ടിങ് കൂടി ഇതിന് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വെള്ളത്തിലേക്ക് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മാവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വീണ്ടും കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി വേണ്ടത് പറ്റിയാൽ ഒരു ചെറിയൊരു അരിപ്പ വെച്ചിട്ട് ഇതിന് പുറത്തുള്ള ഈ മാവ് ചെറുതായിട്ട് നമ്മളൊന്ന് അരിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത അതിലുള്ള ചെറിയ ചെറിയ കട്ട, വെള്ളം നനഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ മാവ് കട്ടയായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം, ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിന് പുറത്തുള്ള മാവ് മാത്രം ചെറുതായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതിയാവും. എല്ലാ സമയത്തും നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കണം എന്നുള്ള ആവശ്യമില്ല. ഒരു 2-3 ചിക്കൻ പീസ് നമ്മളിതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കൻ പീസും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പീസെല്ലാം മാവിലിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ തന്നെ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഫസ്റ്റ് നമ്മളിത് ഇടുന്ന ടൈമിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ്. പിന്നെ നമ്മൾ നല്ല തിന്നായിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഒരുപാട് സമയം നമുക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ പോപ്കോണിൻ്റെ ഷേപ്പിൽ കുട്ടി കുട്ടി പീസായിട്ടാണ് അരിഞ്ഞിടുന്നതെങ്കിൽ അപ്പോൾ ഇച്ചിരി കൂടി പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വലിയ പീസാക്കിയിട്ടാണ് നമ്മളിതുപോലെ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചധികം സമയമിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇതുപോലെ വളരെ സിമ്പിളായി വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഫ്രൈഡ് ചിക്കനെല്ലാം നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോഴാണ് നമ്മൾ സാധാരണ ഇത് എടുക്കുന്നത്. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം ലെയറായിട്ടാണ് നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ കിട്ടിയിട്ടുള്ളതെന്ന്. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം എണ്ണയിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ഇങ്ങനെ മുങ്ങി നിൽക്കണം. അപ്പോഴാണ് അത് കംപ്ലീറ്റ് സൈഡ് നല്ലതുപോലെ വെന്തിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഫ്രൈ ആയി കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് നമ്മുടെ രണ്ടാമത്തെ ഫ്രൈഡ് ചിക്കനും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ ഫ്രൈഡ് ചിക്കനെല്ലാം ഇവിടെ നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ ക്രിസ്പിയുമായിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം ലെയറോട് കൂടിയാണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കിട്ടിയിട്ടുള്ളതെന്ന്. എന്നാൽ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ ജ്യൂസി ആയിട്ടാണ്, വളരെ ക്രിസ്പിയുമായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പറായിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലൊരു മയോനൈസോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഉഷാറായി. അപ്പോൾ നല്ല മയോനൈസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയും റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.